ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള നവോത്ഥാനവുമായി റിലേറ്റഡ് ആയിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് അല്ലേ. LP-UPയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവി വിട്ടുകളയാൻ പറ്റാത്തൊരു പോയിന്റാണ്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ്. അപ്പോൾ നമ്മൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. അപ്പോൾ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നുള്ളതാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ട ഏറ്റവും ആദ്യത്തെ പോയിന്റ്. ഇനി ഇദ്ദേഹം ജനിച്ചത് 1873 1873 ഡിസംബർ 28 ചിറയൻകീഴ് താലൂക്ക് തിരുവനന്തപുരത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഓക്കെ. പിന്നെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറേയേറെ സംഘടനകളുടെ പേരുകളൊന്ന് ഓർത്ത് വെക്കണം. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, അതുപോലെ മുസ്ലിം ഐക്യസംഘം, മുസ്ലിം ഐക്യസംഘം, പിന്നെ വരുന്നത് മുസ്ലിം സമാജം. മുസ്ലിം സമാജം തന്നെയാണ് ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്ന പേരിൽ നമുക്ക് റാങ്ക് ഫയലിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സംഘടനകളാണ്, ഇദ്ദേഹം ആരംഭിച്ച സംഘടനകളാണ്. അപ്പോൾ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇദ്ദേഹം ആരംഭിച്ച സംഘടനകളിൽ നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തെക്കുറിച്ചാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന് പറയുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അതായത് SNDP ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ ഈ SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നിലയ്ക്കമുക്കിലാണ് ആരംഭിച്ചത് 1918. 1918 SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി നിലയ്ക്കമുക്കിൽ ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഓക്കെ. പിന്നെ ഇതുകൂടാതെ മറ്റ് സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വർഷം 1920 1920 അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. പിന്നെ മുസ്ലിം ഐക്യസംഘം, മുസ്ലിം സമാജം. മുസ്ലിം സമാജത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് നമ്മൾ പറഞ്ഞത്, എന്താ? ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നുള്ളത്. പിന്നെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്, SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി 1918 നിലയ്ക്കമുക്കിൽ ആരംഭിച്ചിട്ടുള്ള സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഈ ഒരു ചോദ്യം PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഓർത്തു വെച്ചേക്കണം. ഇനി മറ്റൊരു സംഘടനയാണ് ധർമ്മപോഷിണി സഭ. ധർമ്മപോഷിണി സഭ ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ധർമ്മപോഷിണി സഭ ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഒരു പുസ്തകം പരിചയപ്പെടാം. ഒരു ജീവചരിത്ര കൃതി. വക്കം മൗലവിയുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് സ്വദേശാഭിമാനി വക്കം മൗലവി, സ്വദേശാഭിമാനി വക്കം മൗലവി, ഇങ്ങനൊരു പുസ്തകമുണ്ട്. ഓക്കെ. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന പേരിലൊരു പുസ്തകമുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. ഇത് എഴുതിയത് ആരാണ്? ഡോക്ടർ ജമാൽ മുഹമ്മദ്. ഓർത്ത് വെച്ചേക്കണം. നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു പേര് സ്വദേശാഭിമാനി വക്കം മൗലവി എന്നതൊരു പുസ്തകത്തിൻ്റെ പേരാണ് അല്ലേ. സ്വദേശാഭിമാനി എന്താണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ്, അത് നമുക്ക് പറയാം. ഇപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേര്. അപ്പോൾ സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കൃതിയാണ്. എഴുതിയത് ഡോക്ടർ ജമാൽ മുഹമ്മദ് ആണ് എന്നുള്ള പോയിന്റാണ് പഠിച്ചു വയ്ക്കേണ്ടത്. ഇനി മറ്റൊരു പോയിന്റിലോട്ട് വരാം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഒരു കോട്ടാണ് കേട്ടോ. മതവിദ്യാഭ്യാസത്തോടൊപ്പം എന്ത് ചെയ്യണം? ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നൊരു അഭിപ്രായം വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മതവിദ്യാഭ്യാസത്തോടൊപ്പം എന്തുകൂടി വേണം? ഭൗതിക വിദ്യാഭ്യാസം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി നേടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി നമുക്ക് സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളിലൊന്ന് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് ഇത് പഠിക്കേണ്ട പോയിന്റാണ്. ഫസ്റ്റ് പോയിന്റാണ് എന്ത്? സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി.
ഓക്കെ, സ്വദേശാഭിമാനി പത്രം എവിടെയാണ് സ്ഥാപിച്ചത്? അഞ്ചുതെങ്ങിലാണ് സ്ഥാപിച്ചത്. അഞ്ചുതെങ്ങിൽ സ്ഥാപിച്ചു. എന്നാണ്? 1905 ജനുവരി മാസം 19 തീയതിയാണ് അഞ്ചുതെങ്ങിൽ ഈ ഒരു സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത് കേട്ടോ. പിന്നീട് ഈ പത്രം എങ്ങോട്ട് മാറ്റുന്നുണ്ട്? വക്കത്തേക്ക് മാറ്റുന്നുണ്ട്. വക്കത്തേക്ക് മാറ്റിയത് 1906 വക്കത്തേക്ക് മാറ്റുന്നത് 1906. സ്വദേശാഭിമാനി പത്രം സ്റ്റാർട്ട് ചെയ്തത് അഞ്ചുതെങ്ങിൽ 1905 ജനുവരി 19 പിന്നീട് 1906 ആയപ്പോഴേക്കും വക്കത്തേക്ക് മാറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? പിന്നെ വക്കത്ത് കഴിഞ്ഞ് പിന്നെ 1907 തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നുണ്ട്. 1907 തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഇനി സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫസ്റ്റ് എഡിറ്റർ ആരായിരുന്നു? ഫസ്റ്റ് എഡിറ്റർ ആരാ? സി പി ഗോവിന്ദപിള്ള. ഓക്കെ, സി പി ഗോവിന്ദപിള്ളയാണ് ഇതിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്ററായിരുന്നു സി പി ഗോവിന്ദപിള്ള. ഇനി എന്നാണ് നമ്മുടെ കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആവുന്നത്? 1906 ജനുവരി മാസം 17 തീയതിയാണ് എന്ത് ചെയ്യുന്നത്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് കെ രാമകൃഷ്ണപിള്ള ചാർജ് എടുക്കുന്നത്. കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ സ്ഥാനത്തേക്ക് വരുന്നത് 1906 ജനുവരി മാസം 17 തീയതിയാണ്. ഇനി എങ്ങനെയാണിത് മാറാൻ, അല്ലെ സി പി ഗോവിന്ദപിള്ള ആ ഒരു പോസ്റ്റ് വിട്ട് മാറാനുള്ള കാര്യം എന്തായിരുന്നു? സി പി ഗോവിന്ദപിള്ള ആര്യഭൂഷണം എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ആര്യഭൂഷണം എന്ന പത്രത്തിൻ്റെ പത്രാധിപത്യം ഏറ്റെടുത്തപ്പോഴാണ് കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിട്ട് 1906 വരുന്നത്. മനസ്സിലായല്ലോ? ഇനി തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും അഴിമതികളുടെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം. എന്താണ്? തിരുവിതാംകൂറിലെ രാജവാഴ്ച അഴിമതികളെക്കുറിച്ചും അനീതികളെക്കുറിച്ചും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം. അങ്ങനെ ഈ സ്വദേശാഭിമാനി പത്രത്തിലൂടെ ഇതിപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവന്നപ്പം രാജാക്കന്മാർ എന്ത് ചെയ്തു? പത്രത്തിനെതിരെ തിരിഞ്ഞു. അങ്ങനെ അവർ 1910 ഈ ഒരു പത്രം നിരോധിക്കുകയാണ്. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ രാജാക്കന്മാർ നിരോധിച്ച വർഷമാണ് ഏത്? 1910. 1910 തിരുവിതാംകൂർ രാജാക്കന്മാർ ഈ ഒരു പത്രം നിരോധിച്ചു. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം 1910. എന്നിട്ട് എന്ത് ചെയ്തു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ സെപ്റ്റംബർ 26, 1910 നാട് കടത്തുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഒരു മുഖക്കുറിപ്പ് എന്ന് പറയുന്നത്, മുഖക്കുറിപ്പ് എന്താണ്? ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. എന്താണ്? ഇതൊക്കെ ഏത് റാങ്ക് ഫയൽ നോക്കിയാലും അതിൽ കാണും കേട്ടോ. ഇത് കൂടാതെ തന്നെ നമ്മുടെ SCERT പോയിന്റ് കൂടിയാണിത്. ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നുള്ളതായിരുന്നു ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോയിന്റുകളെല്ലാം ഇങ്ങനെ എഴുതി വെക്കാതെ, ഒരുപാട് പോയിന്റുകൾ എഴുതി നമ്മൾ ക്ലാസ് കാണുമ്പോൾ നല്ല കാര്യമാണ്, പക്ഷേ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഏതാണോ, ഇപ്പോൾ ഏത് പഴയ റാങ്ക് ഫയൽ ആയാലും കുഴപ്പമില്ല, ഇനി നമ്മൾ പഠിക്കുന്ന ആ ഒരു പോസ്റ്റിൻ്റെ റാങ്ക് ഫയൽ അല്ലെങ്കിലും കുഴപ്പമില്ല, ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്ത് വയ്ക്കുക. അതിൽ ഈ പറയുന്ന നവോത്ഥാനത്തിൻ്റെ ഏരിയ ഒന്നും ഒരിക്കലും മാറില്ല. അപ്പോൾ ആ നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പറയുന്ന പോയിന്റുകൾ അതിലില്ലാത്ത കാര്യങ്ങൾ മാത്രം ഒരു പേപ്പർ അതിൽ ഒട്ടിച്ചിട്ട് ആ ഒരു പേപ്പറിൻ്റെ സൈഡിൽ എഴുതി വയ്ക്കുക. അല്ലാതെ എല്ലാ A to Z കാര്യങ്ങളും എഴുതി ക്ലാസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ റിവിഷൻ പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏറ്റവും ആദ്യം ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കയ്യിലുള്ള പോയിന്റുകൾ അങ്ങനെ പഠിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിനെക്കുറിച്ചാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖക്കുറിപ്പ് എന്താണ്? ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇത്രയാണ് സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഒരു കോട്ട് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഈ പത്രമൊക്കെ കണ്ടുകെട്ടിയ സമയത്ത് ഇദ്ദേഹം പറയുകയാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി പറയുകയാണ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഇദ്ദേഹം പറയുന്നത്, എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്താണ്?
എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന് എന്ന് ചോദിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി ഇതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ ഉദ്ധരണികളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് നോട്ട് ചെയ്തേക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണ്? മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്നുള്ളത്. അതുപോലെ മറ്റൊരു കോട്ടാണ് സമ്പന്നർ എന്ത് ചെയ്യണം? പാവപ്പെട്ടവർക്ക്, സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചിലവ് വഹിക്കണം. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചിലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. അതായത് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. മറ്റൊരു കോട്ടാണ് കേട്ടോ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് എന്നാര് പറഞ്ഞു? വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കച്ചവടക്കാരനല്ല, ഒരു പത്രം തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹിക സേവനവും രാജ്യസേവനവുമാണ്. എൻ്റെ പരമമായ ലക്ഷ്യം ധനമല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. എനിക്ക് അത്രയേ വേണ്ടൂ എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചിലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. കൂടാതെ എന്താ പറഞ്ഞത്? മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യന് പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നുകൂടി ആര് അഭിപ്രായപ്പെട്ടു? വക്കം അബ്ദുൽ ഖാദർ മൗലവി അഭിപ്രായപ്പെട്ടു. ഇനി ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറേ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതി വിദ്യാഭ്യാസത്തിനും അതുപോലെ നവീകരണത്തിനും വേണ്ടി ശ്രമിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്? ഇദ്ദേഹം പ്രധാനമായും പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതി വിദ്യാഭ്യാസത്തിനും നവീകരണത്തിനും വേണ്ടി ശ്രമിച്ച നവോത്ഥാന നായകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതുപോലെ അറബി ഭാഷ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി ഇദ്ദേഹം അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. സാർവത്രികമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാനും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്നതിനും മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ച നേതാവാണ് ഇദ്ദേഹം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പ്രധാനമായും മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതി അവർക്ക് വിദ്യാഭ്യാസവും ആ ഒരു സമൂഹത്തിൻ്റെ നവീകരണത്തിനും വേണ്ടി ശ്രമിച്ച നവോത്ഥാന നായകനാണ്. അറബി ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ്. സാർവത്രികമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാനും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്നതിനും മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ച നേതാവാണ് ഇദ്ദേഹം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പോഷിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. കൂടാതെ ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ നോക്കാം. ഈ ഒരു ഭാഗത്ത് PSC ഒരുപാട് തവണ ചോദിച്ച മാസികകളാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. അപ്പോൾ 3 മാസികകളുടെ പേര് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ മാസികകൾ ഓർക്കാനായിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുമ്പോൾ മുസ്ലിം നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു മുസ്ലിം ടച്ചുള്ള മാസികകളാണ്. നോക്കി, മുസ്ലിം, അൽ ഇസ്ലാം, കൂടാതെ ദീപിക എന്ന മാസികയാണ് കേട്ടോ. അപ്പോൾ ഇയർ കൂടി നോട്ട് ചെയ്യുക. മുസ്ലിം എന്ന് പറയുമ്പോൾ 1906 മാസികകൾ കേട്ടോ. മുസ്ലിം 1906, പിന്നെ അതുപോലെ അൽ ഇസ്ലാം 1918 ആരംഭിച്ചു. ദീപിക മാസിക 1931. ഓക്കെ. അപ്പോൾ അറബി മലയാളം ഭാഷയിലാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി തൻ്റെ രചനകളൊക്കെ നടത്തുന്നത്. ഓക്കെ. അപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവി രചനകൾ നടത്താൻ ഉപയോഗിച്ച ഭാഷ അറബി മലയാളം ഭാഷയാണ്. ഇനി ഈ മുസ്ലിം എന്ന് പറയുന്നത് 1906 മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു മാസിക അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് കേട്ടോ. ഇത് ഒരു മലയാളം മാസികയാണ്. ഓക്കെ. 1906 മുസ്ലിം എന്ന പേരിൽ മലയാള മാസിക പ്രസിദ്ധീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി 1918 അപ്പോൾ മലയാളം മാസികയാണ് ഈ മുസ്ലിം എന്നുള്ളത്. ഇനി അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം. അൽ ഇസ്ലാം എന്നുള്ളത് അറബി മലയാളമാണ്. അറബി മലയാളം. മുസ്ലിം എന്ന മാസിക മലയാളത്തിലുമാണ്. അൽ ഇസ്ലാം 1918 മൗലവി ആരംഭിച്ച അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത്
ദീപിക 1931 1931. ഈ ദീപിക എന്ന് പറയുന്ന മാസികയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ദീപിക എന്ന മാസികയിലാണ് വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ചത്. ഓക്കെ അല്ലേ? ദീപിക എന്ന മാസിക, ആ മാസികയിലാണ് അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ആ ഒരു പോയിന്റ് പ്രത്യേകം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ 3 മാസികകളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകളാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ടത്. ഇനി ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന 1-2 കാര്യങ്ങളുണ്ട്, അതുകൂടി പറയാം കേട്ടോ. ഇപ്പോൾ അൽ ഇസ്ലാം നമ്മൾ പറഞ്ഞു ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം എന്നുള്ളത്. ഈ ഭാഗത്ത് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കൺഫ്യൂസിങ് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു അൽ ഇസ്ലാം എന്ന മാസിക വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതേ പേരിൽ തന്നെ ഇതിവിടെ 2 പത്രങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അൽ ഇസ്ലാം എന്നുള്ളത് മാസികയാണ്, അൽ അമീനും അതുപോലെ അൽ ഹിലാലും ഇത് 2 പത്രങ്ങളാണ് കേട്ടോ, പത്രങ്ങളാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ള ആരാണെന്ന് കൂടി നോക്കണം. അപ്പോൾ പത്രങ്ങൾ അൽ അമീൻ കൊണ്ടുവന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. അതുപോലെ അൽ ഹിലാൽ ഒരു പത്രമാണ്, അത് കൊണ്ടുവന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. അപ്പോൾ ഇത് മാറിപ്പോവരുത്. അൽ അമീൻ എന്ന് പറയുന്നതും അൽ ഹിലാൽ എന്ന് പറയുന്നതും പത്രങ്ങളാണ്. അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പത്രവും അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രവുമാണ്. ഓക്കെ. അൽ ഇസ്ലാം എന്ന് പറയുന്നതോ മാസികയാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഹൈപ്പ് ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീക്കിലി നിങ്ങൾക്ക് റിവിഷൻ പ്ലാനുകളും റിവിഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാനും ആക്സസ് ചെയ്യാനും സാധിക്കും. ഓക്കെ അല്ലേ? താങ്ക്